കക്ഷിരഹിതമായ ഒരു തെരഞ്ഞെടുപ്പിന് അദ്ദേഹം പറയുന്നതിന് യോജിപ്പില്ല. കാരണം നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലൂടെ പ്രവർത്തിച്ചു വരുന്ന പരിചയമാണ് നല്ല ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ ആളുകളെ എത്തിക്കുന്നത്. എന്താണ് എഴുത്തുകാരനായ നൂറുദ്ദീൻ കിളിക്കൂട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് കാണുന്നത്? രണ്ട് രാഷ്ട്രീയ പാർട്ടികളും മറന്നുപോകുന്നൊരു ഘടകമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരന് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ഇന്ന് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അതിന് വലതുപക്ഷം അതിന് കൂട്ടമായിരുന്ന ഒരു ചർച്ചയ്ക്ക് ഒരു കാര്യത്തിനും തയ്യാറാവുന്നില്ല. ഇത് 90കളോടുകൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നത്. 2000 അത് ഒരു തരം അന്ധമായ മനോഭാവത്തിലേക്ക് പോയിരിക്കുന്നു. 2010 പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, എന്നാലേ ഭരണകക്ഷിയെ തോൽപ്പിക്കാൻ കഴിയൂ എന്നൊരവസ്ഥകളിലേക്ക് പോലും സമൂഹാന്തരീക്ഷം മാറ്റപ്പെടുന്നു. എത്രമാത്രം വികസനങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചാലും ഐക്യബോധമില്ലാത്തൊരു സൊസൈറ്റിയിൽ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. മനുഷ്യ മനസ്സാക്ഷിയും സാമൂഹ്യ ബോധം ഉണർത്താൻ ഈ നേതാക്കന്മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യ മനസാക്ഷി ഉണർത്താൻ നേതാക്കന്മാർക്ക് കഴിയണം, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ രാഷ്ട്രീയക്കാർക്കും കൂടി കഴിയണം എന്നുള്ള ഒരു ഒരൊറ്റ അഭിപ്രായമാണ് നൂറുദ്ദീൻ കിളിക്കൂട് സാഹിബോട് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ തിരിച്ചിരിക്കുകയാണ് റോഡിൻ്റെ. എന്താണ് സാഹിബ് ഇതിനെ കാണുന്നത്? 40 ലക്ഷം കുടുംബങ്ങൾക്ക് 2 ഉറുപ്പിക അരി കൊടുക്കും. 35 ലക്ഷം കുടുംബങ്ങൾക്ക് സമഗ്ര ഇൻഷുറൻസ് ആരോഗ്യ പദ്ധതി, EMS ഭവന പദ്ധതി, MN ലക്ഷം വീട് പുരസ്കരണ പദ്ധതിയിൽ 5 ലക്ഷം കുടുംബങ്ങൾക്കാണ് വീട് കൊടുക്കുന്നത്. അതിന് 4 ലക്ഷം വീടുകൾ കൊടുത്തു കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും വൈദ്യുതി, എല്ലാവർക്കും വെള്ളം, ഭൂമിയില്ലാത്തവരും ഭൂമി. ഇതുപോലെ ഇത്തവണ ഓണത്തിന് നമ്മുടെ നാട്ടിൽ മാവേലി വന്നപ്പോൾ ഞെട്ടിപ്പോയില്ല. എനിക്ക് ശേഷം ഇവിടെ ഒരു മാവേലി വന്നപ്പോൾ സംശയപ്പെടില്ല. കാരണം ഇങ്ങനെ വിലക്കയറ്റം ആൾ ഇന്ത്യ ലെവലിൽ ഒരു സമയത്ത് കേരളത്തിൽ സിവിൽ സപ്ലൈസിലും കൺസ്യൂമർ ഫെഡിലൂടെ വളരെ സുഭിക്ഷമായി കൊണ്ട് ജനം ഓണം ആഘോഷിക്കുന്നു. അപ്പം മാവേലി ഞെട്ടിപ്പോയുള്ള ഓണമായിരുന്നു കഴിഞ്ഞ ഓണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു ടീമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇപ്പോൾ കള്ളുവച്ചോളം പറഞ്ഞു ഇവിടെ 35 കൊല്ലമായിട്ട് ചിറ്റൂരിലൊക്കെ അച്യുതൻ കള്ളുവച്ചോടക്കാരനാണ്. കോൺഗ്രസിൻ്റെ MLA കള്ളുവച്ചോടം ഇവിടെ പുള്ളിയുടെ പണി. ഇപ്പോൾ മറ്റേ വിഷമതി ദുരന്തം പറയുന്ന സമയത്ത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എന്താണ്? UDF-ഉം LDF-ഉം കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് സ്വാശ്രയ വിദ്യാഭ്യാസ ബില്ല് പാസ്സാക്കിയത്. ഓരോ കാര്യങ്ങളും കഴിഞ്ഞ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിയ ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് സാഹിബിന്റെ അഭിപ്രായം നിങ്ങൾ വളരെ കൂട്ടായിട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു അഭിപ്രായം ഒന്ന് കേൾക്കാമല്ലോ. ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു പൗരനും അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പവർ, അതാണല്ലോ ഇന്ത്യയിലെ ജനാധിപത്യം. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്ന ഇന്ത്യ സാമ്പത്തിക തകർച്ചയിൽ രാഷ്ട്രങ്ങൾ തലകുത്തി വീണപ്പോൾ അത്യുന്നതമായൊരു സ്ഥാനത്തേക്ക് ഇന്ത്യ രാജ്യം, രാഷ്ട്രീയ വ്യത്യാസങ്ങൾ കൂടാതെ എല്ലാവരും സമ്മതിക്കുമല്ലോ, ഇന്ത്യയാണ് സാമ്പത്തിക രംഗത്ത് പിടിച്ചുന്ന ഏക രാജ്യം. ഗൾഫിലെ മാധ്യമങ്ങൾ പോലും ആ സന്ദർഭത്തിൽ മാന്യമുണ്ടായപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നു. അപ്പം ഇന്ത്യക്ക് ലോകത്തുണ്ടായ ഏറ്റവും ഒരു ഇമേജ് അതിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ സ്വഭാവമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം ഇല്ലാത്തവർ കടന്നു വരുന്നത് മാവോയിസ്റ്റുകളിലേക്കോ മിലിറ്ററി ഭരണത്തിലേക്കോ ആണോ? വളരെ പണ്ടൊന്നും പോകണ്ട, മാവേലിയുടെ കാലത്തേക്കൊന്നും പോകണ്ട. അതിനുശേഷം നമുക്കൊരു പേരുണ്ടായിരുന്നു, എന്താ, വികസിത രാഷ്ട്രങ്ങളോടൊപ്പം നിൽക്കുന്ന കേരളത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ചുറ്റുപാട്. ആ ചുറ്റുപാട് കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ സുരക്ഷാ സംഘടന അടക്കമുള്ള ആളുകൾ, അതിൻ്റെ ഔദ്യോഗികമായ രേഖ കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി ഇന്നലെ പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുത്തു. 5 കൊല്ലം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പഠനം നടത്തി പുറത്തുവിട്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾക്ക് ഈ ശുദ്ധജലം ലഭിക്കാത്ത 52% ആളുകൾക്ക് ശുദ്ധജലം നഗരങ്ങളിൽ പോലും, തിരുവനന്തപുരം സിറ്റികളിൽ പോലും ലഭിക്കാത്ത, അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. എന്നാലും ഫസൽ എങ്ങനെയാണ് ഈ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം അഭിപ്രായം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ 4.5 വർഷക്കാലത്തെ ഭരണത്തിൽ സത്യത്തിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കാർഷിക മേഖലയിലായാട്ടെ, അതുപോലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഭൂമി നൽകിയത് ഈ 4.5 വർഷത്തിൻ്റെ ഉള്ളിലാണ്. ഭൂമി ഇല്ലാത്തവർക്ക് എല്ലാവർക്കും ഭൂമി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ തിരിച്ചു വരും. പറയൂ ഞണ്ടി സാഹിബ്, ഇപ്പോൾ ഇവരൊക്കെ പലവരും സാംസ്കാരിക രംഗത്തെ ആളുകളും എഴുത്തുകാരും അതുപോലെ തന്നെ നിഷ്പക്ഷ രാഷ്ട്രീയക്കാരും ഒക്കെ അഭിപ്രായം പറഞ്ഞു. താങ്കളുടെ ഒരു അഭിപ്രായം? കേരളത്തിൽ ഭരണ മുന്നണികളുടെ മാറ്റം
സംഖ്യാബലത്തിൽ അംഗങ്ങൾ നിയമസഭയിൽ കൂടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൂടുന്നുണ്ടെങ്കിൽ അവിടുത്തെ വോട്ടിൻ്റെ ശതമാനം പരിശോധിച്ചാൽ അത് 1%-നും 3%-നും ഇടയിൽ മാത്രമാണ് സാധാരണക്കാർ, രാഷ്ട്രീയമില്ലാത്ത സ്വതന്ത്രരായ ആളുകൾ ഉള്ളത് എന്ന് പഠനം, കഴിഞ്ഞ കാലങ്ങളിലെ പഠനം നമുക്ക് കാണിക്കുന്നു. 50% സ്ത്രീ സംവരണം കൊണ്ട് നാട്ടിൽ അരാജകത്വം ഉണ്ടാവും, അത് സ്ത്രീകൾ ഭരിക്കാൻ കേപ്പബിൾ അല്ല എന്നൊക്കെ. ഇത്രയും കാലം 50% സംവരണം ഇല്ലായിരുന്നു, പുരുഷന്മാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പം നിങ്ങൾ രണ്ട് പാർട്ടികളും തമ്മിൽ പറഞ്ഞത് കേട്ടു, നാട്ടിൽ നടന്ന അഴിമതികളുടെയൊക്കെ കഥകൾ. അപ്പം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്കൊരു ചാൻസ് കൊടുത്തുകൂടെ നിങ്ങൾക്ക്? നമ്മുടെ ലോകത്തെ തന്നെ എടുത്തു നോക്കിയാൽ ഏതൊരു മഹത് വ്യക്തിത്വത്തിന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ട്, അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ന്യൂനപക്ഷങ്ങളോട് വോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിക്കുന്നതെന്നുള്ള കാരണം ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ മേലധികാരികളെ നികൃഷ്ടജീവി എന്ന് വിളിക്കുകയും മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട സച്ചാർ കമ്മിറ്റിയെ പാലുളി കമ്മിറ്റിയെ അതാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന വിഭാഗത്തിന് ഒരു പ്രത്യേക പാർട്ടിക്ക് മാത്രം നിയന്ത്രിക്കാൻ പാടുള്ളൂ, അത് തെറ്റാണ്. അങ്ങനെ ന്യൂനപക്ഷത്തിന് ഒരു പ്രത്യേക പാർട്ടി നിയന്ത്രിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് കേരളം മാറിയിരിക്കുന്നു. ആ ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾ അത് പൊതുരാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളായി മാറിയിരിക്കുന്നു. അങ്ങനെ പൊതുരാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളായി മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഏറ്റവും പുരോഗമനപരമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷത്തിന് കയറി ചെല്ലാൻ കഴിയുമെന്നുള്ളതാണ് അതിനെപ്പറ്റി പറയുന്നത്. പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിത വ്യവസ്ഥിതിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. പഞ്ചായത്തിലൂടെയാണ് അടിസ്ഥാന താഴേക്കിടയിലുള്ള മനുഷ്യൻ്റെ ജീവിത വ്യവസ്ഥിതി രൂപം കൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ കേരളത്തിൽ എക്കാലത്ത് ഭരണം മാറി മറിഞ്ഞു വന്നാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കാണ് എക്കാലത്തും പഞ്ചായത്തിൽ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ ലീഗിനെ കുറിച്ച് ഇവിടെ ഓരോരുത്തർ ഒന്ന് രണ്ട് പരാമർശം നടന്നു. ഇന്ത്യൻ നാഷണൽ ലീഗ് കൊലത്തോടുന്നു, അത് ഇത് അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ IMCCയുടെ നാഷണൽ ലീഡറായ കുഞ്ഞാവുട്ടി ഖാദർ സാഹിബ് എന്തുകൊണ്ട് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF സംവിധാനവുമായി യോജിക്കുന്നു, അതിനെക്കുറിച്ച് ഒന്ന് വളരെ വ്യക്തമായി ഒന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചർച്ചയുടെ കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതുവരെ ഗുഡ് ബൈ.